അപ്പോൾ ഞങ്ങൾ ഇന്ന് കിദ്ഫയിൽ ഉള്ള ഒരു നെയ്ബർഹുഡിലുള്ള കിദ്ഫ നെയ്ബർഹുഡിലുള്ള നല്ലൊരു ചെറിയൊരു ഫാമാണ്. പുതിയൊരു ഫാം സ്റ്റാർട്ട് ചെയ്താണ് ഇവിടെ കേട്ടോ. നല്ല ഒരു ഫാമാണ്. അത്യാവശ്യം മൃഗങ്ങളെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അത്യാവശ്യം മാന്, ഇത് മയില്, പിന്നെന്താ അങ്ങനെ കുറേ മൃഗങ്ങളാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. പെരുന്നാളെ ചുമ്മാ ഇറങ്ങിയത്, പക്ഷെ നല്ല അടിപൊളി കേട്ടോ. വലിയ റഷൊന്നുമില്ല. എനിക്ക് അധികം ആളുകൾക്ക് അറിയില്ല എന്നാണ് ഈ ഏരിയ കേട്ടോ. സംഭവം കൊള്ളാം. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു മലഞ്ചെരുവിലാട്ടോ. മലഞ്ചെരുവിൽ അറബ്സ് മാത്രം ഉള്ള പണ്ടത്തെ അറബികൾ താമസിക്കുന്ന ഏരിയ എന്ന് തോന്നണം. ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ റീൽസ് കണ്ടപ്പോഴാണ് ഇത് എവിടെ സ്ഥലം നോക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്തേനാണ് കിദ്ഫയിലാണ് സംഭവം. നല്ല അടിപൊളി വഴിയും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ ഒരു അത്തിപ്പഴത്തിൻ്റെ തോട്ടമുണ്ട്, അനാറിൻ്റെ തോട്ടമുണ്ട്, പിന്നെ ഈത്തപ്പന തോട്ടം, അങ്ങനെ 1-2 തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അത്തിപ്പഴത്തിൻ്റെ തോട്ടത്തിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. ഒരു എന്താ പറയുക, പണ്ടത്തെ നടവഴി എന്നൊക്കെ പറയില്ല, അതേപോലത്തെ ഒരു ഏരിയ ആണ്. ശരിക്കും നല്ല നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാനുണ്ട് കേട്ടോ പോയി കഴിഞ്ഞാൽ. നിങ്ങൾ വീഡിയോ കണ്ടോക്കെ കാണിച്ചു തരാം കേട്ടോ, നമുക്ക് മനസ്സിലാവും. നല്ല ഷാർപ്പ് കൊമ്പാ. നോക്കി ദേഷ്യം വേണ്ടിട്ട് നടക്കാന്നോ, വേറെ വഴിയില്ല. അവർക്ക് സ്ഥലം ഇല്ലാത്തോണ്ട് ഇങ്ങനെ റൗണ്ട് അടിക്കുന്ന അല്ലേ. മാനാണോ ആടോ ഇവിടുത്തെ ഇതാണ്. അതെ വന്നു. ഒരു പച്ചപ്പുല്ലും ഇല്ലല്ലോ, ഒരില ഇതാണ്ടോ കണ്ട പാവം. വേറെ ഒന്നും കയറി പോണൊക്കെ. അയ്യോ ഒരുമാതിരി മേലെ അവരല്ലേ. മഴ നനഞ്ഞിട്ടാ, മഴ പെയ്തില്ലേ, അവര് കുളിച്ചു, അതാ സംഭവിച്ചത്. എനിക്ക് തോന്നുന്നു ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ല എന്ന് തോന്നട്ടെ ഈ ഏരിയ. ഇതിപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ റീൽസ് കണ്ടപ്പോഴാണ് ഞാൻ തന്നെ തൊട്ടുമിറ്റത്ത് തന്നെ ഞാൻ തന്നെ അറിഞ്ഞത് കേട്ടോ. ഇവിടെ എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ നടന്ന് കാണാം, അല്ലെങ്കിൽ വണ്ടി കൊണ്ട് പോകണമെങ്കിൽ വണ്ടി കൊണ്ട് ഇങ്ങനെ നടന്ന് കാണാം. തെമും എമും ഒക്കെ അല്ല, തെമു അല്ലല്ലോ, എമു പിന്നെ മയിൽ ഞങ്ങൾ കണ്ടോ ഫീൽ വിടത്തില്ല. കുറേ നിന്ന് നോക്കി. എനിക്കിവിടെ മഴ, ഞങ്ങൾ ചെന്നിറങ്ങുമ്പോൾ നല്ല മഴ, കുറേ മഴയൊക്കെ നനഞ്ഞു കേട്ടോ. അവിടെ കയറി നിൽക്കാൻ നമുക്ക് ശരിക്കും സ്ഥലമൊന്നും ഉണ്ടായില്ല. പിന്നെ കാറിൽ തന്നെ കയറി ഇരുന്ന് റിട്ടേൺ പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു. നിങ്ങളത് കണ്ടു നോക്കി എങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാവും. ഞാൻ പറയും പോലല്ല കേട്ടോ, അതുക്കും മേലെ. കൊത്തൂട്ടോ അല്ലേ? നല്ല ആരോഗ്യവാനായിട്ടുള്ളതാണ്. കുഞ്ഞല്ല, അത് ഇതിനെ എടുക്കും, ഇതിനെ ഈ അമ്മണ്ടനെ എടുക്കും. കണ്ടോ, അവനാണ് സൂപ്പർ അല്ലേ. ആ ഗുണ്ടുമണിയാ സൂപ്പർ, നല്ല അന്തസ്സായിട്ട് വെളി. എടാ മാൻ, മറ്റേ പടത്തിൽ പറയുന്ന പോലെ എടാ പാന്റ് അച്ഛാ പാന്റ്. അല്ലെ ഇതൊക്കെ കിട്ടിയായിരുന്നെങ്കിൽ മമ്മുവിന്റെ ഇവിടെ മാന് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇവര് പണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ. ഇവര് ഞാൻ വീഡിയോ ഒക്കെ എടുത്തു കൊടുത്തിട്ട് ഞാൻ എടുത്ത് വീഡിയോ ഒക്കെ ഉണ്ട് ഇവർക്ക്. ഇപ്പൊ അവിടെ കിടക്കുന്നു, കാലത്ത് കിടക്കുന്നു. ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. മാന്റെ കുഞ്ഞിനെ നോക്കടാ. ഈ ഫോൺ ചാടിപ്പോ നമ്മൾ എന്ത് ചെയ്യും? അവിടെ താറാവ് ഉണ്ട്, ആ കൂട്ടിനകത്ത് നോക്കി താറാവ് കണ്ടോ അതിനകത്ത്. അവിടെ ചിലപ്പോ രാജമോനെ, ഇത് നമ്മുടെ നാടല്ല, ഇത് നമ്മുടെ വീടും അല്ല. അതൊക്കെ കണ്ടല്ലോ.